നിതിൻ കണച്ചേരിയിലേക്ക് പോകുന്നു. നിതിൻ കണച്ചേരി, ചേലക്കരയിൽ ഏകദേശം 4% പോളിംഗ് ശതമാനത്തിലെ ഇടിവുണ്ട്. കഴിഞ്ഞ തവണ 77.57% പോൾ ചെയ്തിടത്താണ് ഇപ്പോൾ 72.54% ഉള്ളത്. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 5%. അന്തിമ ഫലം വരുമ്പോൾ, അന്തിമ പോളിംഗ് ശതമാനം വരുമ്പോൾ ഒരു പക്ഷേ ഒരു 0.5% കൂടി വ്യത്യാസം വന്നേക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിലും 4% വോട്ട് അവിടെ കുറവ് രേഖപ്പെടുത്തുന്നതായിട്ട് കാണും. ഇതാർക്ക് ഗുണമാകും എന്നാണ് LDF ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. ആരുടെ വോട്ടുകൾ പെട്ടിയിൽ വീണു, ആരുടെ വോട്ടുകൾ പെട്ടിയിൽ വീണിട്ടില്ല? നിതിൻ. ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ചേലക്കരയിൽ LDF നേട്ടമുണ്ടാക്കുന്ന പഞ്ചായത്തുകൾ, അതുപോലെ തന്നെ LDFന് ശക്തിയുള്ള പ്രദേശങ്ങൾ, ഈ പ്രദേശങ്ങളിലെല്ലാം ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ എല്ലാ വോട്ടുകളും കൃത്യമായി തന്നെ പോൾ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണയായി LDFന് ഭൂരിപക്ഷം ഉയർന്ന നിലയിൽ ലഭിക്കാറുള്ള എല്ലാ പ്രദേശങ്ങളിലും കൃത്യമായി തന്നെ വോട്ടുകൾ ചെയ്യുകയും പോളിംഗ് പെർസെൻറ്റേജിലെല്ലാം വർധന ഉണ്ടായിട്ടുള്ളതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞ പോലെ ഇപ്പോൾ വന്നിട്ടുള്ള കണക്കുകൾ ചെറിയ വേരിയേഷൻ, ഒരു 1-1.5% വരെയൊക്കെയുള്ള വേരിയേഷനുകൾ ഒരു പക്ഷേ നാളെ ഒരു അന്തിമമായ കൃത്യമായ ഇത് വരുന്നതോടുകൂടി, പോളിംഗിനെ സംബന്ധിച്ച വിവരങ്ങൾ വരുന്നതോടുകൂടി വന്നേക്കാം. പക്ഷേ ഇടതുപക്ഷം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു വോട്ടിൻ്റെ ഇടിവ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ സംഭവിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സാധാരണയായി ഒരു വ്യത്യസ്ത പാറ്റേണിലാണ് കേരളത്തിൽ എല്ലാ കാലത്തും വോട്ടിംഗ് നടന്നു വരാറുള്ളത്. അതുകൊണ്ട് തന്നെ കെ രാധാകൃഷ്ണന് ലഭിച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെ സഖാവ് UR പ്രദീപിനും ഈ മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയും എന്ന തികഞ്ഞ. പക്ഷേ രമ്യയുടെ വലിയ രീതിയിലുള്ള പ്രകടനമായിരുന്നു. അവസാന ദിവസവും പ്രകടനത്തിന് പോകുമ്പോൾ രമ്യയ്ക്കും കോൺഗ്രസ് ക്യാമ്പിലും വലിയ ആത്മവിശ്വാസമായിരുന്നു. അവരുടെ ഭരണവിരുദ്ധ വികാരമെല്ലാം എണ്ണിപ്പറഞ്ഞാണ് രമ്യ ഹരിദാസ് അവിടെ വോട്ട് തേടിയത്. ഇന്ത്യൻ അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാക്കി എല്ലായിടത്തും UDFൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുന്ന സാഹചര്യത്തിൽ പോലും രമ്യ ഹരിദാസിന് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയാത്തൊരു മണ്ഡലം കൂടിയാണ് ചേലക്കര എന്നുകൂടി മനസ്സിലാക്കണം. അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 1.5 ലക്ഷത്തോളം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ആ ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ട് കെ രാധാകൃഷ്ണൻ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചത്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ ചേലക്കര മണ്ഡലത്തിനകത്ത് കോൺഗ്രസിനകത്ത് വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. കോൺഗ്രസ്സുകാർ പുറംമോടിയിൽ തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും ആഴത്തിൽ നമ്മൾ നോക്കിയാൽ നേരത്തെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന, കോൺഗ്രസിൻ്റെ AICC അംഗമായിരുന്നയാൾ അവിടെ കോൺഗ്രസ് വിട്ട് മറ്റൊരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സ്ഥിതിയുണ്ടായിരുന്നു. വലിയ താളപ്പിഴവുകളും പാകപ്പിഴകളും ഒക്കെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കിടയിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഇതെല്ലാം കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരിൽ ഒരു നിസ്സംഗത സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ. Debate with Dr. Arun Kumar.